Hey, what's up guys? Welcome back. ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു കേട്ടാ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വീഡിയോ ആണ് വിച്ച് കാർ വിൽ സർവൈവ് ഫ്രം ദിസ് മാസീവ് ബിൽഡിംഗ് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ഞാൻ ടൈറ്റിൽ എഴുതിയത്. ഓക്കെ, അതിൻ്റെ വേറൊരു പാർട്ടായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കാറൊന്നും ഇവിടെ കാണില്ല, പകരം നമ്മുടെ ഹെലികോപ്റ്റർ, നമ്മുടെ സ്വന്തം ഹെലികോപ്റ്റർ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും നിങ്ങളൊന്നും അറിയാതെ ഞാൻ പോയി വാങ്ങിച്ചിരുന്നു കേട്ടാ. എന്തായാലും $1 അന്ന് വാങ്ങിച്ചിട്ട്, പക്ഷെ ഇന്ന് റെക്കോർഡാകാൻ പറ്റിയില്ലായിരുന്നു എനിക്ക്. എന്തായാലും കേസ് ഞാനൊരു ഹ്യൂജ് മാസീവ് ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് പോവാണ്. എന്തായാലും ആ ഹ്യൂജ് മാസീവ് ബിൽഡിങ് ഏതാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ബിൽഡിങ് എൻ്റെ പേരിലായതുകൊണ്ട് എനിക്ക് എപ്പോൾ വെള്ളം അവിടോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത അതേ ബിൽഡിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത് വേറെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നല്ലേ? അല്ല, ഈ റൗണ്ട് ബോർഡ് തന്നെ ഈ ബിൽഡിംഗ് തന്നെയാണ്. ഏറ്റവും വലിയ ബിൽഡിങ് തന്നെ കേട്ടോ ഈ സ്ഥലത്തിന് തന്നെ. ഏറ്റവും വലിയ പേടിച്ചു ചേട്ടാ. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഒട്ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഇതിനെ മണ്ടയോട്ട് കയറുന്നത്. ഏറ്റവും വലിയ ഒരു ടാസ്ക്കാണ്. എന്തായാലും നമുക്കതിൽ തന്നെ മണ്ടയ്ക്ക് കയറിയിട്ട് കാണാം. അതിന് മുമ്പേ പറഞ്ഞാൽ സബ്സ്ക്രൈബ് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്യാൻ പറ്റാങ്ങിയ കാറുകളായ കുറച്ച് കാറുകളുണ്ട്. ഓക്കെ, എന്തായാലും എനിക്ക് എൻ്റെ മനസ്സിലൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, ഞാൻ ഇനി ഏത് ടൈപ്പ് കണ്ടന്റ് ഉണ്ടോ. എന്നെ സാധാരണ എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടുന്നതായിരുന്നു ഓരോ കണ്ടന്റുകൾ കേട്ടോ. പലതും വെറൈറ്റി കണ്ടന്റ്സ് ആയിരുന്നു, എന്നും എൻ്റെ മനസ്സിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒട്ടും കിട്ടുന്നില്ല കേട്ടോ. പേടിച്ചു പോയി. എന്തായാലും ഇനി നമുക്കിവിടെ വലിയ വലിയ ഹെലികോപ്റ്റേഴ്സ് വന്നിട്ട് ഇവിടോട്ട് കാറൊക്കെ നിരത്തി ഇടണം കേട്ടോ. എന്തായാലും നമുക്ക് ഇതെല്ലാം കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാം. കുറച്ച് കാറൊക്കെ കൊണ്ടുവരാൻ പറ്റി, ഇനിയും കാറുകൾ വരാനുണ്ട്. എന്തായാലും അതൊക്കെ ഓൺ ദ വേ ആണ് വരും. എന്തായാലും ഇവിടെ എനിക്കിതാ ഇത്രയും കാഴ്ചയാണ് കടപ്പിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇവിടെ ഇത്രയും കാർ എൻ്റെ ഈ കടപ്പുള്ള ഒരു ബൈക്കും ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ബൈക്ക് നോക്കാം. ഇതിനുണ്ടോ ഡോർക്ക് തന്നെ പറഞ്ഞേ. ഓ വെയിറ്റ് എ മിനിറ്റ്, അത് അങ്ങനെ വണ്ടി അടുത്തടുത്ത് കടന്നുകൊണ്ടേ ചെറിയ കുഴപ്പമായിട്ടത് എന്നും വരുന്നതിനകത്ത്. ഓ ഇത് ഇച്ചിരി സീനാണ് വണ്ടി, ഇച്ചിരി പ്രോബ്ലമാണ്. എന്തായാലും ആദ്യം തന്നെ 2 വണ്ടി ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ താഴെ ഉണ്ട് വരുമെന്ന് തോന്നുന്നു കേട്ടാ. അങ്ങനെ പറ്റും കേട്ടോ നമുക്ക്. ഓ ശരിയാ, നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉള്ള ഏതാന്ന് നോക്കിയാൽ മതി കേട്ടോ. അതായത് സർവൈവ് ചെയ്യുന്ന ഏതാന്ന് നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് 2 ചാടാം. ഓക്കെ, 2 ഇച്ചിരി മറ്റേത് ലൈറ്റ് ആയിട്ടാണ് ചാടിയത്. ഓ ഇതിൻ്റെ അടിയിലോട്ടല്ല, നേരെ താഴോട്ടാണ് എനിക്ക് പോകേണ്ടത്. ചത്തോ എന്താ പാലിനകത്തൊക്കെ മുങ്ങിയിട്ട് വരുന്നല്ലോ. എന്തായാലും ബൈക്കിന് പിന്നെ ഒന്നും എടുത്ത് കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അധികമൊന്നും ഇല്ല. എന്തായാലും പിന്നെ കാറിൻ്റെ അവസ്ഥയാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും കാറും കൂടി ഒന്ന് നോക്കിയേക്കാം. നമ്മുടെ ഹെലികോപ്റ്റർ ശരി, നമ്മുടെ വണ്ടിക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം എന്തെങ്കിലും ബാക്ക് ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഗ്ലാസ് അല്ലാത്തതിൻ്റെ ഊരിപ്പുണ്ട്, ബാക്ക് ഒഴികെ. ഫ്രണ്ട് പോയി, ബമ്പർ പോയി, എല്ലാം പോയല്ലോ, കുഴപ്പമില്ല, സേഫ് ലാൻഡിങ്. എന്തായാലും നിങ്ങൾ ഫെറാറി അധികം ഉപയോഗിക്കേണ്ടതാ, എല്ലാം കൂടി ഊരിപ്പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം മണ്ടക്കോട്ട് വേണം. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം മണ്ടക്കോട്ട് വേണം. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും മണ്ടയ്ക്ക് നിന്നിട്ട് കാണാം. നമ്മുടെ ഇത് മറ്റേ വണ്ടിയില്ലേ ഫെറക്കാർ എന്തായാലും മാറ്റിയിട്ടുണ്ട്, കാരണം ഇവിടെ ഭയങ്കര സ്പേസ് ഇതായി. അതുകൊണ്ട് നമുക്കിതാ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റേഞ്ച് റോവറിൻ്റെ അവസ്ഥയാണ് നോക്കാനുള്ളത്. എന്തായാലും റേഞ്ച് റോവർ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ചാടാം. സ്പൈഡർമാൻ്റെ വണ്ടി പോലെ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇച്ചിരി കൂടി താഴോട്ട് പോവാം. അടിപൊളി. എന്തായാലും ഫ്രണ്ടിലത്തെ ഇത് പോയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലത്തെ എല്ലാം പോയി. ഓക്കെ, ഡോറും പോയി. റേഞ്ച് റോവർ ഫെറാറിയേക്കാളും സേഫ് ആട്ടോ. വെയിറ്റ് എ മിനിറ്റ്, എടാ വെയിറ്റ്, വാട്ട്? ഫെറാറി എങ്ങനെ പോകുന്നു അതേപോലെ നമ്മുടെ റേഞ്ച് റോവറും പോവാ. ഇതൊരു എല്ലാ വണ്ടിയുടെ കണക്ഷൻ ഉണ്ടേ വണ്ടിക്ക്. ശരി, എന്തായാലും നമ്മുടെ റേഞ്ച് റോവർ യൂസേഴ്സ് ഇച്ചിരി നല്ലവരാണ്. എന്തായാലും വണ്ടിക്ക് അധികം ഡാമേജ് പറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ വണ്ടി ഇനി ഇവിടെ ഇടാം. ഓക്കെ, എന്തായാലും എല്ലാ വണ്ടി ഒരേപോലെ കിടക്കട്ടെ. ബൈക്കും പോവുക. എന്തായാലും നമുക്ക് ബൈക്കൊന്നും ഇടിച്ചിടാം. ഓക്കെ, എന്തായാലും ഇടിച്ചിടാൻ പറ്റിയില്ല, രണ്ടിനും പറ്റിയില്ല. എന്തായാലും നമുക്ക് വീണ്ടും മടക്കോട്ട് പോകണം. എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇച്ചിരി ഷോർട്ടി ആയി പോയിരുന്നു. ആ പളെ 2 മിനിറ്റ് ആയി പോയിരുന്നു. സോറി, 2 മിനിറ്റ് എന്നാ 6 മിനിറ്റ് ആയി പോയിരുന്നു. എന്തായാലും ഇതിനൊരു 15 മിനിറ്റേലും നമുക്ക് നോക്കണം കേട്ടാ. മസ്താങ്ങിന് ഇച്ചിരിയും കൂടി പവർ എന്നല്ല, സേഫ്റ്റി ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഇതായത് നമുക്ക് താഴോട്ട് ഈ വഴി പോയി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വഴി നോക്കാം.
ഓക്കെ ഇവിടെ കൂടെ ഇനി വന്നാൽ മതിയായിരുന്നു കേട്ടോ. അതിൻ്റെ വെയിറ്റ് വാട്ട് ഓടിയായിട്ട് ബന്ധമുണ്ട് ഇനി വണ്ടിക്ക്. നിങ്ങൾ സൈഡിൽ കൂടെ കണ്ടായിരുന്നു ഗൈസ്. ഒരു ഓടി പോയായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇനി വണ്ടിയുടെ അവസ്ഥ നോക്കാം. ഫ്രണ്ടിലത്തെ ബമ്പർ പോയിട്ടുണ്ട്. ഈ ഡോർ ഇളകി, ബാക്കിലത്തെ ബമ്പറും പോയി, ഡോറും പോയി. ഓക്കെ, 2 ഡോറും പോയി, ബാക്കിലത്തെയും പോയി, നമ്മുടെ ഫ്രണ്ടിലത്തെ സാധനവും പോയി. എന്തായാലും ബോണറ്റിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അത് കൊള്ളാം. വണ്ടി ഇപ്പോഴും നല്ല കണ്ടീഷനാണ്. ഇത് എന്തായാലും ഇച്ചിരി സേഫ്റ്റി ഉണ്ടോ വണ്ടിയാണെന്ന് തോന്നുന്നു. എടാ യു അഗെയിൻ മാൻ. എന്താടാ മസ്താങ്ങിന് ഇപ്പൊ അല്ലാത്തവരായിട്ട് ബന്ധമുണ്ടോ? എന്തായാലും നമുക്ക് അടുത്ത് പോയിട്ട് സൂപ്പർ എടുത്തോണ്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ എന്താ പണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാറാണോ ബൈക്കാണോ ഇഷ്ടം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കുറെ ബൈക്ക് ഫാൻസ് കാർ ഫാൻസും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മ ഇഷ്ടമാണെങ്കിൽ 2 ലക്ഷം സബ്സ്ക്രൈബ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറും ബൈക്കും അതൊന്നും കൂടി കമന്റ് ചെയ്യാം. രണ്ടും ഒരു ബന്ധമില്ല കേട്ടോ. ഈ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല. ഇതിൽ നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ നോക്കാം. ബാക്കിലത്തെ ഡിക്കി പോയിട്ടുണ്ട്, 2 ഡോറും പോയിട്ടുണ്ട്, ഗ്ലാസും പോയിട്ടുണ്ട്, എല്ലാം പോയില്ലേ. വണ്ടിയുടെ എന്തൊക്കെ ഊരി പോകാൻ പറ്റുമോ എല്ലാം ഊരി പോയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. വണ്ടി പിന്നെ ഇപ്പോഴും കണ്ടീഷൻ ആട്ടോ. ഇതൊക്കെ ഡ്രസ്. ഓ, വണ്ടിയുടെ എൻജിന് ഒന്നും വിട്ടിട്ട് കളിയില്ല കേട്ടോ. പവർ അത് പിന്നെ നല്ല സൂപ്പർ സൂപ്പറേക്കും കാണും. മാർക്ക് 4 ആണല്ലോ, 1 തൊട്ട് പറഞ്ഞ് 5 വരെ. എവിടെടാ ഫെറാറി? നീ ഇതുമായിട്ട് ബന്ധമുണ്ടും കൂടി ഒന്ന് നോക്കണമായിരുന്നു. ഇനി ഇതിനെ ഇടിക്കാൻ പറ്റില്ല. എന്തായാലും സൂപ്പർ പ്രതികാരം നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് മണ്ടയ്ക്ക് പോയിട്ട് നമ്മുടെ ഫയർ ട്രക്ക്, ഓക്കെ, അതെന്തായാലും താഴെ നിന്ന് എടുത്ത് മണ്ടക്കോട്ട് കൊണ്ടുവരണം. എന്നിട്ട് കാണാം ഗൈസ്. ഞാൻ എന്തായാലും താഴെ നിന്ന് മണ്ടക്കോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കൊരു ആഗ്രഹമായിരുന്നു ഈ വലിയ ബിൽഡിങ്ങിന് മണ്ടക്കോട്ട് ഇച്ചിരി ഷോ ഇറക്കണം, അതും വലിയ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പതിയെ 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 നോക്കാം. എന്തായാലും ഇനി അധികം നോക്കാൻ നിൽക്കണം. എന്തായാലും താഴെ വീണെന്ന് ഉറപ്പാട്ടോ. അധികം സ്പീഡിൽ പോകണം. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി ഒറ്റ വീഴ്ച വീഴാം. എന്തായാലും നല്ല സ്പീഡിൽ പോകണം. നല്ല സ്പീഡിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഓർമ്മ സ്പീഡാണല്ലോ പോണേ. ഓഹോ, ഇത് പിന്നെ ഒരു മോഡൽ ഇതൊരു പുതിയ ഫയർ ട്രക്ക് ആയതുകൊണ്ട് ഇതിനും കുഴപ്പമൊന്നുമില്ല. ഓ ഓ ഓ എൻ്റെ മോനെ, ഇതാണ് സേഫ്റ്റി. ഇതാണ്ടാ സേഫ്റ്റി. ഡോറൊന്ന് പോയാൽ എന്താ, വണ്ടി ഇപ്പോഴും നല്ല സെറ്റപ്പ് കണ്ടീഷനാണ്. ഗ്ലാസ് ഒന്ന് പൊട്ടി, ഡോറൊന്ന് പോയി, ഇപ്പോഴും വണ്ടി സെറ്റാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കുഴപ്പമില്ല, ഗ്ലാസ് ഒന്ന് പൊട്ടി, ഡോറൊന്ന് പോയി. പിന്നെ ബാക്ക് ലൈറ്റ്, വണ്ടിയൊക്കെ സെറ്റപ്പ് കണ്ടീഷൻ. ഓക്കെ, വേൾഡിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി കാർ ഇതിനെയൊക്കെ കണ്ടുപിടിക്കണം. എൻ്റെ മോനെ നമ്മുടെ ലോസ് ആൻഡോസിലെ ആദ്യത്തെ സേഫ്റ്റി കാർ. ഇത്ര സെറ്റപ്പ് കാർ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണം കേട്ടോ. കഴിഞ്ഞ വട്ടം ജയിച്ച് നമ്മുടെ സ്കോർപിയോ കണ്ടായിരുന്നു. ഊഫ്, യമണ്ട സാധനം. ഓയ്യോ പോയി. പിന്നെ ഇച്ചിരി ബ്രേക്ക് കുറവാണ്, അതും പേടിക്കട്ടോ. ഓക്കെ, എന്തായാലും നമുക്കിനി മണ്ടയ്ക്ക് പോയി അടുത്ത കാർ നോക്കാട്ടോ. ഇനി കാറ് വരാനുണ്ട്, നമുക്ക് നോക്കാട്ടോ. നമുക്ക് കാറല്ല ബൈക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. സ്പ്ലെൻഡറിന്റെ റെയർ മോഡലാണ്. നമുക്ക് താഴോട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ബൈക്കിലൊന്നും അധികം കുഴപ്പമൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓ, താഴെ പോയി, വണ്ടി താഴെ പോയി. പക്ഷെ നമുക്കൊന്നും പറ്റില്ല. എനിക്ക് പിന്നെ മനസ്സിലാവത്തേ, എനിക്ക് എപ്പോൾ ഞാൻ താഴെ അടിച്ചു ഇപ്പം ഹെൽത്ത് കൊടുത്തില്ല. ഹെൽത്ത് പോകുന്നില്ല കേട്ടോ. ഇതിൽ നമുക്ക് ഒന്നുകൂടെ താഴോട്ട് നോക്കാം. ഒന്നുകൂടെ വീഴട്ടെ. ഓക്കെ, അതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ആളൊന്ന് വടിയാവാറുള്ള ഒരു കോലമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്പ്ലെൻഡർ ഇച്ചിരി പവറാണ്. കാരണം തൊട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ സ്പീഡ് തോന്നി. സെറ്റപ്പ് കേട്ടോ, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓ, വണ്ടി സ്മൂത്ത് ആട്ടാ, വണ്ടി ഓടുന്ന കേട്ടോ. അതാ ഓഹോ കണ്ടോ, ഞാൻ വേസിൽ ഏറ്റവും സ്പീഡുള്ള ബൈക്ക് ഇതാന്ന് തോന്നട്ടെ. ഇതും കവാസാക്കി സെക്കൻഡ് സ്ഥാനത്ത് വരത്തില്ല, ഇതൊക്കെ ഫസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇജാതി സ്പീഡ്. ഓഹ്, എന്തായാലും നമുക്ക് ഇനി ഒന്നുകൂടെ മണ്ടിക്കോട്ടെ അടുത്തൊരു കാറ് കൊണ്ടുവരാം കേട്ടോ. എന്തായാലും നമുക്ക് ഫയർ ട്രക്ക് തീർക്കാൻ പറ്റത്തത് ഇതിനകത്തൊക്കെ തീർത്ത് നോക്കാം. ഓഹോ, വണ്ടിയൊക്കെ നമ്മുടെ ഷോ. ഓ എൻ്റെ മോനെ. ഓക്കെ, ഓ സ്ട്രൈറ്റ് ഈ വഴിയാണെന്ന് തോന്നുന്നു. ഞാൻ കോയിൻസൊക്കെ കേട്ടോ വന്നിട്ടുള്ളത്. സ്മൂത്തോ എന്തുവാ. ഓക്കെ, നമുക്ക് ഇനി വണ്ടി എടുക്കാം. ഇവിടെ വണ്ടി നിൽക്കുന്നുണ്ടോ കയ്യില്? വണ്ടിക്ക് പ്രാന്തായെന്ന് തോന്നുന്നു. എന്തായാലും ബാക്ക് പോയി, ഡോറിന് ഒരു കുഴപ്പമില്ല. ഓ എൻ്റെ മോനെ, ഞാൻ ഈ ചാടിയതിൽ ഗ്ലാസ് പൊട്ടാത്ത ഒരൊറ്റ വണ്ടി ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഒറ്റ ഡോറും ബാക്കിലേ പോയിട്ടുള്ളൂ. എന്തായാലും
സ്റ്റാർ കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക്. സ്റ്റാർ കൊടുക്കാൻ പറ്റൂല. എന്തായാലും നമ്മുടെ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ മോഡൊക്കെ പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്ത് നോക്കാം. എന്തായാലും അടുത്ത കാറും കൂടി നോക്കാം കേട്ടോ. ഏതാണെന്നറിയാവോ? എൻഡോവർ അല്ല, ഇത് എൻഡോവറാണ്. ഒന്നോട്ട് ആലോചിച്ച് നോക്കി ഇത് ഏത് വണ്ടിയാണെന്ന്. എൻഡോവർ തന്നെയാണ്, നിങ്ങളുടെ ഗസ് കറക്റ്റാണ്, എൻഡോവറാണ്. സ്റ്റാറുടെ ആയിരിക്കും. അതെ, നമ്മുടെ അയൺമാൻ്റെ വണ്ടിയാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും ഒക്കെ അയൺമാൻ്റെ വണ്ടി. ഇത് അയൺമാൻ്റെ വണ്ടിയാണ്. നമുക്ക് നോക്കാം അയൺമാൻ്റെ വണ്ടി ഒന്ന് പവർ നോക്കാം. ഓക്കെ, എന്തായാലും ഇത് പുതിയൊരു അപ്ഡേറ്റ് വന്നതായതുകൊണ്ട് തന്നെ, പുതിയതല്ല കഴിഞ്ഞ അപ്ഡേറ്റ് വന്നതാണ്. ഇത് നമുക്കൊന്ന് നോക്കാം. ശരി, ജാതി നൂബ് വണ്ടിയായിരുന്നു അയൺമാൻ്റെ. എന്തായാലും അയൺമാൻ്റെ വേറെ വണ്ടിയും കൂടി ഉണ്ട്, നമുക്ക് അത് നോക്കാം. എന്തായാലും നല്ല പവർ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്ക് ഫുള്ള് പോയി, നമ്പർ പ്ലേറ്റ് മാത്രം എയറിലേക്കാണ്. 2 ഡോറ് പോയി, ബോണറ്റ് പോയി. സെറ്റപ്പ് ആയിട്ടുള്ള ബോണറ്റ് പോയി. ഇതിനെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല കേട്ടോ, ബാക്കിലത്തെ ഡിക്കിയോടെ ഊരിപ്പോയി. എന്തായാലും നമുക്ക് അടുത്ത വണ്ടി കൂടി അടുത്ത ഒരു സ്പൈഡർമാൻ്റെ വണ്ടിയാട്ടോ. ഗൈസ്, നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ബുഗാട്ടി വണ്ടിയാണിത്. എന്തായാലും നമ്മളിത് അറിയാലോ, നമ്മൾ സ്റ്റീൽ ചെയ്തുകൊണ്ട് വന്നതാണ്. എന്തായാലും നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. ഇതെന്തായാലും ബുഗാട്ടി ആയതുകൊണ്ട് ഇച്ചിരി പ്രതീക്ഷയുണ്ട്. എന്തായാലും 2 ഡോറ് ഒരു പോകത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ഡോറ് പോയിട്ടുണ്ട്. അവിടെ ബാക്കിലത്തെ പോടാ. ഞാൻ വണ്ടിക്ക് ഈ വണ്ടിക്ക് നമുക്ക് ഒരു സെക്കൻഡ് ഇച്ചിരി കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇതിൽ 2 ചുമന്ന വണ്ടികളായി അടുത്തടുത്ത് കിടക്കട്ടെ, അതാ നല്ലത്. പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത് നോക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് പോണ ബാക്കിലാണ് കേട്ടോ ചവിട്ടിക്കൊണ്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഈ 2 ചുമന്ന വണ്ടികളും ഇങ്ങനെ കിടക്കട്ടെ. അല്ലേ അങ്ങനല്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് മണ്ടയ്ക്ക് പോയിട്ട് ഏറ്റവും ബെസ്റ്റ് കാർ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് വെഹിക്കിൾ. ഓക്കെ, ഇതാണ് ആ വണ്ടി. ഓക്കെ, എൻ്റെ മോനെ, ഇതെല്ലാം എൻ്റെ ഒരു ആഗ്രഹമായ ഹെവി വെഹിക്കിൾ എടുത്ത് ഷോ ഇറക്കണം എന്നുള്ളത് ഇതിൽ കൊണ്ട് സാധിക്കാൻ പോവാണ്. വെടി പോകുന്നുണ്ടോ? എടാ ഇതിന് വെയിറ്റ് ഗൈസ്, ഇതിനകത്ത് വെടിയൊക്കെ പോകത്തില്ലായിരുന്നു, ഡും എന്നൊക്കെ. എന്തോ ഈ വണ്ടിക്ക്? എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഇത് ചിലപ്പോൾ അപ്ഡേറ്റിന് മുമ്പുള്ള വീഡിയോ ആയിരിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് ചാടി നോക്കാം കേട്ടോ, എന്തേലും പറ്റുമോ ഇല്ലയോ നോക്കാം. ഓക്കെ, എന്തായാലും ഈ വണ്ടിക്ക് ഒന്നും പറ്റൂലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും ഇതെന്താണ് ഇങ്ങനെ ഓഹായോ രീതിയിൽ? എൻ്റെ മോനെ, ഈ വണ്ടിക്കും കുഴപ്പമായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിനകത്തൊന്നും കൊടുക്കുന്നില്ല, സ്പീഡ് കൊടുക്കുന്നില്ല. ഇത് പോവാട്ടോ. ഇതിനകത്ത് ഈ വൃത്തിയായിട്ട് അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ബഗ്ഗായിരിക്കും. എടാ എന്താടാ, ഇതിനകത്ത് വെടിവെക്കാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. എന്തായാലും വണ്ടിയുടെ അവസ്ഥ നോക്കാം. ഒരവസ്ഥയില്ല. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയാൽ ശരിയാവത്തുള്ളൂ. ഇവിടെ ഒരു കുഴപ്പമില്ല. വണ്ടി ഈസ് 10 out of 10. എൻ്റെ മോനെ, 10 out of 10. ഞാനിവിടെ ആക്സിലേറ്റർ പോലും കൊടുക്കുന്നുണ്ടോ? ഇത് കണ്ടു ഇവിടെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇതും നമ്മുടെ ഫയർ ട്രക്കുമാണ് ജയിച്ചത്. ഇതിനകത്ത് ഫസ്റ്റ് സാധനം നേടിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ ടാങ്കാണ്. കാരണം ഒരു രോമത്തിൽ തൊടാൻ പറ്റിയില്ല. എമ്മാതിരി രീതിയിൽ. മോനെ, ഇതിലേക്ക് എൻ്റെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഏത് വണ്ടിയായാലും, വിമാനമായാൽ പോലും ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അച്ഛനമ്മ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.